കൊല്ലം പുനലൂരിൽ UDFന് വിമത ഭീഷണി. കോൺഗ്രസ് പ്രാദേശിക ഘടകം തീരുമാനിച്ച സ്ഥാനാർത്ഥി പ്രചാരണവുമായി മണ്ഡലത്തിൽ സജീവം. പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിൽ പരിഹരിക്കട്ടെ എന്ന നിലപാടിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. വിമതരെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് നീക്കം ആരംഭിച്ചു. പുനലൂരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രാദേശിക കോൺഗ്രസ് ഘടകങ്ങൾ. തുടർച്ചയായി മുസ്ലിം ലീഗ് പരാജയപ്പെടുന്ന മണ്ഡലമാണ് പുനലൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മാത്രമേ മണ്ഡലം തിരിച്ചുപിടിക്കാനാകൂ എന്നാണ് പ്രാദേശിക ഘടകങ്ങളുടെ നിലപാട്. ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്നാവശ്യപ്പെട്ടിട്ടും നേതൃത്വം അത് പരിഗണിച്ചില്ലെന്ന് പ്രാദേശിക കോൺഗ്രസ് ഘടകം തീരുമാനിച്ച വിമത സ്ഥാനാർത്ഥി നെൽസൺ സെബാസ്റ്റ്യൻ പറയുന്നു. കോൺഗ്രസ് നേതൃത്വം പറയുന്നു മറ്റൊരാൾ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറിക്കൊടുക്കും. പക്ഷേ അത് കോൺഗ്രസിന് മാത്രം ഘടകകക്ഷികൾക്കാണ് കൊടുക്കുന്നത്. കാരണം ഘടകകക്ഷികളെല്ലാം തോറ്റുവിടെ. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിൽ പരിഹരിക്കട്ടെ എന്ന നിലപാടിലാണ് DCC നേതൃത്വം. സംസ്ഥാന നേതൃത്വവും AICC നേതൃത്വവും ഇടപെട്ട് അത് പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്ന തിങ്കളാഴ്ചയാണ്. NDAയും LDFും മണ്ഡലത്തിൽ കളം പിടിക്കുമ്പോൾ ആശയക്കുഴപ്പത്തിലാണ് പുനലൂരിലെ UDF ക്യാമ്പ്. റിപ്പോർട്ടർ, കൊല്ലം.